ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാമേ. തലേന്ന് രാത്രി നമ്മൾ പച്ചരിയെല്ലാം കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. പിറ്റേന്ന് രാവിലെ നമ്മൾ തേങ്ങ തിരികിയതും പച്ചരിയും ശകലം ചോറും കൂടി ഇട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. അപ്പോഴേ നമ്മൾ ഓർത്ത് അയ്യോ ഏലക്ക ഇട്ടില്ലല്ലോ ഒന്ന്. അങ്ങനെ ഏലക്കയും കൂടെ എടുത്ത് ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടേ. അടിച്ചെടുത്തിട്ട് നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യണേ. എന്നിട്ട് 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 3-4 മണിക്കൂർ ശേഷം നമ്മളത് എടുത്തിട്ടുണ്ടേ. നമ്മൾ മധുരത്തിനായി ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ശർക്കര ചീകിയിടുവാന്നേ ഉമ്മ. ശർക്കര ചീകിയിട്ട് നമ്മൾ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ടേ. നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ശർക്കര ചീകിയിട്ടിട്ടുണ്ടേ. നമുക്ക് എന്നാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാനിനകത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാമേ. തേങ്ങാക്കൊത്തും കൂടി മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ അതെല്ലാം മൂപ്പിച്ചെടുത്ത് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ടേ. അതിലേക്ക് ഇട്ടിട്ട് അതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്യണേ. അങ്ങനെ വെള്ളമെല്ലാം ചൂടായി വന്നിട്ടുണ്ടേ. അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് എണ്ണയും കൂടെ തൂത്ത് നന്നായി അത് എടുക്കുമ്പം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തേക്കുന്നത്. എണ്ണ തേച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്കത് അടയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ ശേഷം അത് വെന്ത് വന്നിട്ടുണ്ടേ. നല്ല മണമായിരുന്നു. അങ്ങനെ അത് നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ടേ. കേൾക്കാമെന്ന് പറഞ്ഞ് ഫിസുക്കുട്ട ഓടി വന്നിട്ടുണ്ട്. ഫിസുക്കുട്ടന് മുറിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് ചൂടല്ലേ, അങ്ങനെ ഇച്ചിരി കഴിഞ്ഞ് ഇത്തിരി വായിലോട്ട് വെച്ച് കൊടുത്ത് പുള്ളിക്കാരിക്ക് എന്തുമായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.